Next question. Let x be the number of heads when two coins are tossed. Write down the probability mass function and the distribution function and sketch its graph. Okay. So, നമുക്ക് ഫസ്റ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മാസ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് ആണ് വേണ്ടത്. എക്സ് വേണം, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇല്ല പ്രോബബിലിറ്റി ഫംഗ്ഷൻ വേണം. ഇത് രണ്ടും കൂടിയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് നോക്കാം. 2 coins are tossed ആണ്. സോ അവർ സാമ്പിൾ സ്പേസ് ബോത്ത് ആർ ഹെഡ്, ഫസ്റ്റ് ഹെഡ് ദെൻ tail. First coin in first toss 2 coin number of heads when 2 coins are first coin tail, second coin head, first tail and second tail. Okay, these are our sample space. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ചോദിച്ചത് എക്സ് ബി ദി നമ്പർ ഓഫ് ഹെഡ്സ് ആണ് പ്രോബബിലിറ്റി ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഹെഡ്സ് കിട്ടുവാണ് എത്ര സിറ്റുവേഷൻ, ഇവിടെ ഒരു ഹെഡുമില്ല, അപ്പോൾ 0 ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഈ കേസിൽ നമുക്ക് 1 ഹെഡ് ഉണ്ട്. സോ 1 ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, ഇവിടെ 2 ഹെഡ്. അപ്പോൾ ഇത്ര എക്സിൽ നമുക്ക് ഇത്രയും വേരിയബിൾസ് ആണ് കൊടുക്കുക. അപ്പോൾ 0 കിട്ടുവാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഈ ടി അതായത് എത്രയാണ് 1/4 ഇല്ലേ. ടോട്ടൽ സാമ്പിൾ സ്പേസ് നമുക്കറിയാം എന്താണ് 4 ആണ്. അപ്പോൾ 1/4 കിട്ടും. ഇനി 1 ഹെഡ് കിട്ടുവാനുള്ള സിറ്റുവേഷൻ, 1 ഹെഡ് ഇവിടെയും 1 ഹെഡ് ഉണ്ട്, ഇവിടെയും 1 ഹെഡ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് 2 ഈവൻസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ 2/4 വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിട്ടുവാനുള്ളതാണ് 2 ഹെഡ്സ് കിട്ടുവാനുള്ള സിറ്റുവേഷന് ഇവിടെ 1 ഹെഡ് എച്ച് എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. സോ 1/4 4 1. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഓക്കെ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പോൾ ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എന്താണ് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് PDF നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഫ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് അല്ലെങ്കിൽ എക്സ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന് വരയ്ക്കാം. എങ്ങനെയാണ് ഇപ്പോൾ 0 അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് 0 മുതൽ, അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ 0 to 1 വരെയാണ്. അപ്പോൾ 0 അതായത് 0 മുതൽ 1 വരെ നമുക്ക് 1/4 യൂസ് ചെയ്യും. അപ്പോൾ 0ക്ക് മുമ്പായിട്ട് എന്തായിരിക്കും 0. അതായത് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ പ്രോബബിലിറ്റി 0 മുതൽ 1 വരെ വേണം. അപ്പോൾ 0 വരിക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഏതാണ്, പ്രോബബിലിറ്റി 0 വരിക എന്ന് പറയുമ്പോൾ ഇത് 0 ടൈൽ. അപ്പോൾ ഈ എക്സ് മാറിപ്പോയത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റാൻഡം വേരിയബിൾ ആണ്, ഇത് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ പ്രോബബിലിറ്റി 0 എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിൾ 0-നേക്കാളും കുറവുള്ള സിറ്റുവേഷനിൽ അല്ല, ഇങ്ങോട്ട് പോകുമ്പോഴാണ് പ്രോബബിലിറ്റി 0 ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, പ്രോബബിലിറ്റി 1/4 ആണ്. ഈ 1/4 വരുന്ന സിറ്റുവേഷൻ ഏതാ വരുന്നത്, 0 to 1 വരെ, 0യും ഇൻക്ലൂഡ് ആണ്. 0 <= to x <1 വരെ. ഈ 1 വരെ 1 ഇല്ല. ഓക്കെ, 1 നെക്സ്റ്റ് 2/4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് 1, അപ്പോൾ ഇവിടെ 1 വരെ ഉള്ളതാണ് കിട്ടിയത്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് 2/4 ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏത് 1 to 2 വരെയുള്ളത് നോക്കാം ഇല്ലേ. അതായത് 1 ഓഫ് <= x <2. 1 to 2 എന്ന് വരുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗം, അതായത് 2 വരെയാണ്. 2 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പ്രോബബിലിറ്റി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ് 1 + 4 + 2/4 ഇല്ലേ. 1/4 + 2/4. ഇത് നിങ്ങൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, ആൻസർ മാത്രം എഴുതിയാൽ മതി. ആൻസർ 3/4 കിട്ടും ഇല്ലേ, 3/4 കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെയുള്ള പ്രോബബിലിറ്റി. ഇനി നെക്സ്റ്റ് നമുക്ക് 2 ഓൺവേർഡ്സ് ആണ് കാണേണ്ടത് ഇല്ലേ. അപ്പോൾ 2 ആണ് ഇവിടെ ലാസ്റ്റ്. 2 ഓൺവേർഡ്സ് മീൻസ് 2 <= to x 2. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. എത്രയായിരിക്കും 1/4 + 2/4 + 1/4 = 4/4 = 1. ഓക്കെ, 4/4 = 1. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ വാല്യൂസ് മാത്രമാണ് എഴുതുക. എക്സാമിന് 0 വരും, 1/4
3/4 ആൻഡ് 1. ഇതാണ് നമ്മുടെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ കിട്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രാഫ് ചോദിച്ചിട്ട് ആൻഡ് സ്കെച്ച് ഇറ്റ്സ് ഗ്രാഫ് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ചോദിക്കാൻ നമ്മൾ എന്തായാലും വരയ്ക്കണം. എക്സ് നെക്സ്റ്റ് പി ഓഫ് എക്സ് വരും. ഓക്കെ, ഇത് നമുക്കറിയാം സ്റ്റെപ്പ് ഫങ്ഷൻ ആണല്ലേ, അല്ലെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഗ്രാഫ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് ആയിരുന്നു കൊടുത്തിരുന്നത്? എക്സിന് 0, 1, 2 അല്ലേ, 0, 1, 2 എന്നുള്ള വാല്യൂസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതായത് എക്സ് നമുക്ക് ഇവിടെ മുതൽ എടുക്കാം. പ്രോബബിലിറ്റി 1/4 ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് 0 ഉണ്ട്, അപ്പോൾ 0യിൽ 1/4 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 0 കൊടുത്താൽ ഇവിടുന്ന് 1/4 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കൊടുത്തിരുന്നത് 1 മുതലായിരുന്നു. അപ്പോൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ. അപ്പോൾ 0 ഇവിടെ നമ്മൾ 0 കൊടുത്തു. നെക്സ്റ്റ് 1, ഓക്കെ, നെക്സ്റ്റ് 2, 3 വരെയില്ല 2 വരെയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കറിയാം പിന്നെ എക്സിന് 1/4 2/4 നമ്മൾ 1/4 2/4 ആ ഒരു ഇതിലാണ്. അപ്പോൾ 1/4 അല്ലെങ്കിൽ 0.25 എന്നൊക്കെ നിങ്ങൾ ചില ബുക്കിൽ കാണട്ടെ. 2/4 പിന്നെ 1/4 2/4 3/4 1. ഇപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ ഇതിൽ 3/4 അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 3/4 അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് 2/4 ആ ഒരു നമുക്കറിയാം ഒരു കറക്റ്റ് ചെയ്തില്ല ആ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ 2/4 വരെ എന്നാലും നമ്മൾ ഗ്രാഫ് ശരിക്കും കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലുള്ള യൂണിറ്റ്സ്. 1/4 2/4 0.25 ഡിഫറൻസിൽ ഇത് 1 2 3. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എക്സ് ലെസ് ദാൻ 0, അപ്പോൾ പ്രോബബിലിറ്റി 1/4 ആണ്. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ 0, എക്സിൽ 0-നേക്കാളും കുറവാകുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 0 to 1. 0 മുതൽ 1 വരെ എന്താണ്? 0 to 1 എന്ന് പറയുമ്പോൾ 0 മുതൽ 1 വരെ നമുക്ക് 1/4 ആണ്. ഓക്കെ, 0 to 1 നമുക്കറിയാം 0 to 1 വരെ 1/4 ആണ്. ഇനി 1 to 2 വരെ 1 to 2 എന്ന് പറയുമ്പോൾ ഇതാണ് 1. 1 to 2 വരെ നമുക്കറിയാം 3/4 ആണ്. ഇത് 1 ആണ്, ഇത് 2. 1 to 2 വരെ 3/4 ആണ്. ഇനി 2 ഓൺവേർഡ്സ് 1 ആണ്. ഓക്കെ, 2 ഓൺവേർഡ്സ്. അപ്പോൾ 2 ഓൺവേർഡ്സ് നമുക്ക് എന്താ കിട്ടും? 1 ആണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എത്രയും വരയ്ക്കാം, കുഴപ്പം 3 വരെ. 2 ഓൺവേർഡ്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഒക്കെ നമുക്ക് 2 ഓൺവേർഡ്സ് നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോട്ടർ ലൈൻ യൂസ് ചെയ്തിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇത് വെച്ച് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചപ്പോൾ സോളിഡ് ലൈനും അത് നമുക്ക് കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി distribution, graph of probability distribution function. So here it can be seen that the graph of the distribution function of a discrete random variable is a step function. അപ്പോൾ ഗ്രാഫ് ചോദിക്കുമ്പോൾ അതും കൂടെ ഒന്ന് എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, graph of the discrete random variable is a
സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇപ്പോൾ ഗ്രാഫ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് വരുന്നത്, സ്റ്റെപ്പ് ഫംഗ്ഷൻ. Okay, next question. From the following distribution function, find the following probability. നമുക്ക് ഇവിടെ distribution function is given and also from this we need to find these probabilities. Okay. സോ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ ഇതിന് ഡയറക്റ്റ് ആയിട്ട് പ്രോബബിലിറ്റി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് നമ്മുടെ സ്റ്റെപ്സ് എന്താണെന്ന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരക്കും. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഗ്രാഫ് വരക്കും. ഓക്കെ, അപ്പോൾ ഗ്രാഫാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കണം. ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അതായത് നമുക്ക് ഇങ്ങനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് വെച്ച് ഇതിൽ നിന്നാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഗ്രാഫാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കാം, അതിൽ നിന്ന് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ മാസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് നമുക്ക് പ്രോബബിലിറ്റീസ് കിട്ടുകയാണെങ്കിൽ എക്സ് വാല്യൂ അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, എന്നിട്ട് ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫിൽ നിന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, പിന്നെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്താവുക പ്രോബബിലിറ്റീസ് നമുക്ക് പി ഓഫ് എക്സും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, 0 ആണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുക, എക്സ് ലെസ് ദാൻ 0, ഇവിടെ 0, ഇവിടെ നമുക്ക് 1/4 ആണ്. അപ്പോൾ ഇവിടെ ഈ 0 to 1 എന്നുള്ളതാണ് 1/4. ഈ 1/4 മുമ്പുള്ള പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് 0 to 1. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് 0 ഇല്ലേ, പ്രോബബിലിറ്റി ഓഫ് 0 എന്നില്ല, എക്സിന് 0 കൊടുക്കുമ്പോഴാണ് 1/4 വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ്, എക്സിന് 0 കൊടുക്കുമ്പോഴാണ് 22/64 വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 22/63. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, അതായത് ഇപ്പോൾ നമുക്കറിയാം 0ക്ക് മുമ്പ് ആയിട്ടുള്ള വാല്യൂ, ഇപ്പോൾ 0 ആണ് വരുന്നെങ്കിൽ അത് മുതൽ 1 വരെയുള്ള വാല്യൂ ആണ് എന്ത്, ഈ 22/63. ഇനി 1 to 2 വരെയുള്ള വാല്യൂ 29/63 ആണ്. ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ 1 to 2 വരെയുള്ള വാല്യൂ, ഇപ്പോൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ 0യുടെ താഴെയാണ് കൊടുക്കുന്നത്. ഇനി 1 to 2 വരെയുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യുമുലേറ്റ് ഈ ഫ്രീക്വൻസി, അതായത് ഇത് രണ്ടും ആഡ് ചെയ്യാൻ, അതായത് ഫസ്റ്റത്തതും സെക്കൻഡത്തതും ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഇല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയി ചെയ്യാം. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ നോക്കുക. ഇവിടെ സ്റ്റാർട്ടിങ് 0 ആണ്, 22/63. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് നമുക്ക് വേണ്ടത്. 1 to 2 വരെയാണ്. എക്സ് ഈക്വൽ ടു 1 എന്താണ് കൊടുക്കുന്നത്, നമുക്കറിയാം ഇവിടെ 22/63 പ്ലസ് ഒരു പ്രോബബിലിറ്റി ഓഫ് 1 കൂടെ ചേർന്നതാണ് എന്ത് പറയുന്നത്, ഇതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കുക. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 1, ഇത് രണ്ടും ചേർന്നതാണ് എന്ത്, 29/63. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് 22/63 ആണ്, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 1 ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക 29/63 അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 നമുക്ക് എന്ത് ചെയ്യുക, ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നാൽ നമ്മൾ ആഡ് ചെയ്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുന്നത്. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുന്നെങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി